അയ്യോ വണക്കം. ധ്രുവ് രാഠി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന് നേരെ ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു നീക്കം കോടതി നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ധ്രുവ് രാഠിയെ പൂട്ടാനായിട്ട് കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഭവം. വേറൊന്നുമില്ല, സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസറാണ് ധ്രുവ് രാഠി എന്ന് പറയുന്നത്. വാ തുറന്ന ഈ വേട്ടാവളിയൻ കേന്ദ്ര സർക്കാരിനെതിരെ മാത്രമേ സംസാരിക്കാറുള്ളൂ. അതേസമയം പ്രതിപക്ഷത്തിനെതിരെ ഇച്ചിപ്പോ എന്ന് പറഞ്ഞൊരു വാക്ക് ഇവ മിണ്ടത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവൻ്റെ വീഡിയോകളിൽ വളരെ പ്രശസ്തമായ ഒരു വീഡിയോ ആയിരുന്നു ആർജിക്കറുമായി ബന്ധപ്പെട്ട വീഡിയോ. അതായത് മമതാ ബാനർജി ആ സമയത്ത് TMC, അതായത് TMC എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ആ സമയത്ത് ബംഗാൾ ഭരിച്ചിരുന്നത്, വെസ്റ്റ് ബംഗാൾ ഭരിച്ചിരുന്നത്. ഈ സമയത്ത് അവിടെ ആർജിക്കർ ആശുപത്രിയിൽ ഒരു പെൺകുട്ടി അതിമാരകമായിട്ടുള്ള റേപ്പിന് ഇരയാകുന്നു. ആ റേപ്പ് ചെയ്ത് ആ പെൺകുട്ടി മരണപ്പെടുന്നു. ആ പെൺകുട്ടി മരണപ്പെട്ട ശേഷം ഇവനോട് വാ തുറക്കാൻ സോഷ്യൽ മീഡിയയിൽ വലിയ മുറവിളി ഉയർന്നു. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ എതിരെ എന്തെങ്കിലും വന്നാൽ മാത്രമേ വാ തുറക്കുള്ളൂ. ഈ സംഭവം നടന്നിരിക്കുന്നത് ഗുജറാത്തിലല്ല, ഈ സംഭവം നടന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലല്ല, ഈ സംഭവം നടന്നിരിക്കുന്ന രാജസ്ഥാനിലല്ല, ഈ സംഭവം നടന്നിരിക്കുന്ന ബീഹാറിലല്ല. അതുകൊണ്ട് അതിനകത്തൊരു സ്കോപ്പില്ല. പോരാത്തതിന് ഇന്ത്യ മുന്നണിക്ക് വലിയ ക്ഷീണമാവും ഇങ്ങനൊരു സംഭവം ധ്രുവ് രാഠി വാ തുറന്നു കഴിഞ്ഞാൽ. അവസാനം ധ്രുവ് രാഠി വാ തുറന്നു. ആർജിക്കർ ആശുപത്രിയിൽ നടന്ന സംഭവങ്ങൾ ഞാനിതാ വിശകലനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ധ്രുവ് രാഠി വാ തുറന്നു. അങ്ങനെ വാ തുറന്നപ്പോൾ പോലും ഇവൻ ആ പെൺകുട്ടിയെ അപമാനിച്ചുകൊണ്ട് വലിയ രീതിയിലാണ് വാ തുറന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതിന് സർക്കാരിന് യാതൊരുവിധ പങ്കുമില്ല. ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നിരിക്കുന്നത് TMCയിലെ ഗുണ്ടകളാണ്, TMC പ്രവർത്തകരാണ്. പോരാത്തതിന് അവിടെ വന്ന് സത്യാഗ്രഹം ഇരുന്ന ധാരാളം മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ട്. ആ മെഡിക്കൽ സ്റ്റുഡൻസിന് നേരെ ഈ TMC ഗുണ്ടകൾ ആ സമയത്ത് ആക്രമണം അഴിച്ചുവിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ബീഹാറിലോ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ഹത്രാസ് പോലൊരു സ്ഥലത്ത്, ഹത്രാസിനെയൊക്കെ കുറിച്ച് വാതോരാതെ പറയുന്ന ആളാണ് ധ്രുവ് രാഠി എന്ന് പറയുന്നത്. കത്തുവയിലെ ആസിഫയെക്കുറിച്ച് വാതോരാതെ പറയുന്ന ഒരു വ്യക്തിയാണ് ധ്രുവ് രാഠി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ CJP പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്, അവിടെ വന്നിരിക്കുമ്പോൾ അവർക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സേനയോ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ ഇറങ്ങും. അവൻ്റെ കൈ ഇങ്ങനെ ഇരിക്കും, നമസ്കാർ ദോസ്തോം എന്ന് പറഞ്ഞ് ഇങ്ങനെ വലിയ രീതിയിലുള്ള വാർത്തയായിട്ട് ഇറങ്ങും. അല്ലാത്ത ഈ വാർത്തകളൊന്നും ഇവൻ തൊടുകയില്ല എന്നുള്ളതാണ്. ധ്രുവ് രാഠിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയായിരുന്നു ദുരന്തർ സിനിമ എന്ന് പറയുന്നത്. ദുരന്തർ സിനിമ ഇറങ്ങിയപ്പോൾ ധ്രുവ് രാഠി ദിസ് ഈസ് സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിനുശേഷം ധ്രുവ് രാഠി വലിയ രീതിയിലുള്ള അവകാശങ്ങളുമായിട്ട് എത്തി എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഞാൻ ഈ വീഡിയോ ഇട്ടതോടുകൂടി സമ്പൂർണ്ണമായും എക്സ്പോസ് ആയെന്നാണ് ധ്രുവ് രാഠി പറഞ്ഞത്. അതുവരെ 500 കോടി കിടന്ന സിനിമ അടിച്ചു കയറി 1500 കോടി പോയാണ് പിന്നെ നിന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഇവൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ CJP പാർട്ടിയുമായി അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് ഇവന് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന ആൾക്കാരാണ് CJP എന്ന് പറയുന്നത്. അതായത് കോക്രോച്ച് ജനതാ പാർട്ടി ആ ടീമിലൊക്കെ ഉള്ളത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ജൻസി തെരുവിലിറങ്ങണം എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോകളും ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജനങ്ങളൊന്നും തന്നെ യവനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഭയങ്കരമായിട്ടുള്ള വ്യൂസ് കിട്ടുന്നുണ്ട്, പക്ഷേ ആ വ്യൂസിനനുസരിച്ചുള്ളൊരു ഇമ്പാക്റ്റ് ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ധ്രുവ് രാഠിയെ സംബന്ധിച്ച് പറയാനുള്ളൊരു കാര്യം. അതിപ്പോൾ CJP നമ്മൾ നോക്കിക്കഴിഞ്ഞാലും 2.5 കോടി സബ്സ്ക്രൈബേഴ്സാണ് അല്ലെങ്കിൽ ഫോളോവേഴ്സാണ് അവന്മാർക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളത്. എന്നാൽ അവന്മാരുടെ ജന്തർ മന്ദറിലെ ആ സമര മേഖലയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സമരമുഖത്തേക്ക് പോകുമ്പോൾ പട്ടി പറ്റി കിടക്കുകയാണ് അവിടെ. അതായത് പട്ടി പറ്റി കിടക്കുകയാണ്, ഒരൊറ്റ മനുഷ്യനില്ല. അവിടെ നിന്ന് മാധ്യമപ്രവർത്തകരെ കൂടെ തുടച്ച് നീക്കി കഴിഞ്ഞാൽ അവിടെ പിന്നെ 4-3-7 ആൾക്കാരേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അഭിജിത്ത് ദീപ് കെ എന്ന് പറയുന്ന അവൻ വന്നിറങ്ങിയപ്പോൾ അവൻ കൈകൂപ്പി അവിടെയുള്ള പോലീസുകാരോട് പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേരും പറഞ്ഞ് നാട്ടിലാകെ കലാപം ഉണ്ടാക്കാം, അങ്ങനെ കലാപത്തിനൊക്കെ ചുക്കാൻ പിടിക്കാം എന്നായിരുന്നു യവനെ പറഞ്ഞു വിട്ട കുറേ തന്തയില്ലാത്തവന്മാരും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതൊന്നും നടന്നില്ല. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? അവൻ വന്നിറങ്ങിയിട്ട് ഈ ജന്തർമന്ദറിലെ പ്രതിഷേധത്തിന് മാസങ്ങൾക്ക് മുമ്പേ അനുമതി മേടിക്കണം. അതൊക്കെയാണ് അവിടുത്തെ നിയമം എന്ന് പറയുന്നത്. ഇവൻ വന്നിറങ്ങുമ്പോൾ പോലും ഇവൻ അനുമതി കിട്ടിയിട്ടില്ല. 10 മണിക്ക് പ്രതിഷേധത്തിന് പോവേണ്ടതാണ്. അപ്പോൾ പോലീസ് പറഞ്ഞത് വരൂ പോകാം. അപ്പോൾ ഇവൻ ചോദിച്ചു എങ്ങോട്ട് പോകും? ജയിലിലോട്ടാണോ സാർ എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് പറഞ്ഞു ജയിലിലോട്ടല്ല, ജന്തർ മന്ദറിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ ജന്തർ മന്ദറിൽ കൊണ്ടിറക്കി 39 ഡിഗ്രി ചൂടിലാണ് ഇവൻ അമേരിക്കയിൽ നിന്ന് വരികയാണ്. അമേരിക്കയിൽ അങ്ങനെ AC-യിലൊക്കെ അങ്ങനെ നൈസായിട്ട് ഫുഡൊക്കെ അടിച്ച് അങ്ങനെ വന്ന് ഇവിടെ ഇറങ്ങിയപ്പോൾ 39 ഡിഗ്രി ചൂടാണ്. 39 ഡിഗ്രി ചൂടിൽ അവനെ കൊണ്ടിരുത്തിയിട്ട് അവിടെ പോലീസ് പറഞ്ഞത് എണീച്ച് നിൽക്കാൻ പറ്റില്ല, ഇരിക്കൂ എന്ന് പറഞ്ഞു. അത് നിങ്ങളൊന്നും എണീച്ച് നിൽക്കേണ്ട ടീമല്ല, നിങ്ങൾ ഇരിക്കണം. അതായത് നിൻ്റെയൊക്കെ ആസനം ഈ 39 ഡിഗ്രി ചൂട്, ഈ സൂര്യപ്രകാശം ഈ ടാർ റോഡിൽ അടിക്കുമ്പോൾ യൂറോപ്പിലൊക്കെ ടാർ ഉരുകുകയാണ്, പക്ഷേ നമ്മുടെ ഇവിടുത്തെ ടാർ ഉരുകില്ല. അങ്ങനെ ആ ടാറില്ല, ഉരുകാത്ത ടാറിൽ നീയൊക്കെ ഇരിക്കണം. ഈ ദോശക്കല്ലിൻ്റെ മേലിൽ മുട്ട ഇട്ടതുപോലെ നിൻ്റെയൊക്കെ ആസനം പൊള്ളി അടരണം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അവൻ ഇരുന്ന് അവസാനം അവൻ എന്ത് ചെയ്തു? കുഴഞ്ഞു വീണു. അവസാനം എവനെയും തൂക്കിയെടുത്തുകൊണ്ട് AC-കാരെ കൊണ്ടിരുത്തിയിട്ട് ഞാൻ പോണേണ്, നിങ്ങൾ സമരം ചെയ്തോ, ഞാൻ മരണം വരെ സമരം ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ധ്രുവ് രാഠി. ഈ ധ്രുവ് രാഠി എന്ന് പറയുന്നവൻ കേരള സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. കേരള സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇട്ടപ്പോൾ
നമുക്കറിയാം ഹിന്ദു ദേവീ ദേവന്മാരെയൊക്കെ അപമാനിക്കുന്നതിൽ യുവമാരൊക്കെ അഗ്രഗണ്യന്മാരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ഇവൻ ശ്രീരാമൻ മാംസം കഴിച്ചിരുന്നു, ശ്രീകൃഷ്ണൻ മാംസം കഴിച്ചിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ബീഫ്, ചക്ക, മാങ്ങ, തേങ്ങ. നമുക്കറിയാം കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിനകത്ത് ഏറ്റവും വിവാദമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റുന്നു എന്നുള്ളതാണ് വലിയ വിവാദമായിട്ടുള്ള സംഭവം. കേരളത്തിൽ ആരുടെയെങ്കിലും വായിൽ എങ്ങനെ ബീഫ് കുത്തിക്കയറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഇവിടെയുള്ള കമ്മികളും സുഡാപ്പികളും ഒന്ന് ഞെളിഞ്ഞ് വന്നപ്പോഴാണ് മറ്റേ വേട്ടാവളിയുണ്ടല്ലോ, ബുദ്ധിയും ബോധവും ഇല്ല, അവന് മസിൽ മാത്രമേ ഉള്ളൂ, അവന് ബുദ്ധിയില്ല, ബോധവുമില്ല. ഷിയാസ് കരീം എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അനുമോൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അതായത് ഒരു നടി, ആ നടി എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഫംഗ്ഷനിൽ നിന്നപ്പോൾ അവിടെ നിന്നുകൊണ്ട് അനുമോൾ ബീഫ് കഴിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അനുമോൾ പറഞ്ഞില്ല ഞാൻ കഴിക്കില്ല. എന്താ കഴിക്കാത്ത? BJP ആണ്ടാണ് ബീഫ് കഴിക്കാത്ത, കഴിക്കടി ബീഫ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേ കയറി ഇവിടെയുള്ള സംഘപരിവാറുകാർ പിടിച്ച്, അങ്ങനെ അത് വലിയൊരു നാണക്കേടായി മാറി, അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. കണ്ടോ കേരളത്തിൽ പെൺകുട്ടികളെ കൊണ്ട് ബീഫ് കഴിക്കാനായിട്ട് നിർബന്ധിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ ഈ റിപ്പോർട്ടറിലുള്ള മറ്റേ ഉണ്ടല്ലോ തലയിൽ മുടിയില്ലാത്തൊരു വേട്ടാവളിയൻ മൊട്ട ബോസ്, അവന് ആരെ കണ്ടാലും അവൻ അറിയേണ്ടത് ബീഫ് കഴിക്കാറുണ്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത്. ആരെ കണ്ടാലും ചോദിക്കും. ഇനിയിപ്പോൾ നാളെ ഒരു ബ്രാഹ്മണനായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ജാതിവശാൽ ബ്രാഹ്മണനായിട്ടുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, ഈ ബ്രാഹ്മണന്മാരൊന്നും സ്വാഭാവികമായിട്ടും എന്താണ് ഇറച്ചിയൊന്നും കഴിക്കാറില്ല, വീട്ടിൽ സാമ്പാർ വയ്ക്കാറുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ പറയും സാമ്പാർ വയ്ക്കാറുണ്ട്, എന്താ എന്ന് ചോദിക്കുമ്പം അതിനകത്ത് ബീഫ് ഇടാറുണ്ടോ എന്ന് ചോദിക്കുമെന്നാണ് എൻ്റെ പേടി. എന്ത് തന്നെയായിരുന്നാലും ഈ ധ്രുവ് റാഠി അങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഈ ഹിന്ദു ദേവീ ദേവന്മാരെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഒരു ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ വന്നു. ഡൽഹി ഹൈക്കോടതി അത് കൂലങ്കഷമായി പരിശോധിച്ച ശേഷം ഡൽഹി ഹൈക്കോടതി പറഞ്ഞു ഇതൊന്നും വച്ചു പൊറുപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ് ഗൂഗിളിനെ വിളിച്ച് വരുത്തി. ഗൂഗിൾ പറഞ്ഞു അമ്മച്ചിയാണ്, ഞങ്ങൾക്കിതിലൊരു പങ്കുമില്ലേ, ഞങ്ങൾ പാവങ്ങളാണ് എന്ന് ഗൂഗിൾ പറഞ്ഞ് കൈ കഴുകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അതോടുകൂടി അടുത്ത 15 ദിവസത്തിനുള്ളിൽ അന്തിമ തീരുമാനം അറിയിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രീവൻസ് അപ്പലേറ്റ് കമ്മിറ്റി GACയോട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അത് GACയോട് പറഞ്ഞു ഇവൻ്റെ ഈ വീഡിയോ തൂക്കണം, ഇവൻ്റെ ഈ വീഡിയോ തൂക്കി ഇവനൊരു പാഠം പഠിപ്പിക്കണം. എന്നിട്ട് കോടതി വേറൊരു കാര്യം കൂടെ പറഞ്ഞു, കേന്ദ്ര സർക്കാർ അടുത്ത 15 ദിവസത്തിനകം ഞങ്ങൾ ഈ കോടതി പറഞ്ഞ ഈ സംഭവം പരിഗണിച്ചില്ലെങ്കിൽ അത് കോടതിയോടുള്ള കടുത്ത അവഗണനയായി, കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയായി ഇത് വിലയിരുത്തപ്പെടും എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനൊരു താക്കീത് പോലെയാണ് ഈ കോടതി ഇത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഹർജി ഫയൽ ചെയ്ത അഭിഭാഷക അമിത് സച്ദേവ ധ്രുവ് റാഠി തൻ്റെ വീഡിയോയിൽ ഹിന്ദു മതത്തിനെ അധിക്ഷേപിക്കുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. കോടതി അത് കണ്ടിട്ട് കോടതി ഇത് ശരിയാണ് എന്ന് വെച്ച് ഇപ്പോൾ ശ്രീരാമൻ മാംസം കഴിക്കുകയോ ശ്രീകൃഷ്ണൻ മാംസം കഴിക്കുകയോ എന്താണെങ്കിലും ശ്രീരാമൻ കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഇവിടെയുള്ള കുറേ ആൾക്കാർ ശ്രീരാമൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുകയാണ്. ആ വിശ്വസിക്കുന്ന ഒരു സാധനം മറ്റൊരാൾ വന്ന് പറയുകയാണ് അല്ല അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴാണ് അത് വിശ്വാസത്തിനെ വ്രണപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് മാറുന്നത്. നമുക്കറിയാം നൂപുർ ശർമ്മ എന്ന് പറയുന്ന BJPയുടെ ഒരു സ്പോക്സ് പേഴ്സൻ്റെ ഒരു വിഷയം നമുക്കറിയാം. നൂപുർ ശർമ്മ അതായത് നൂപുർ ശർമ്മയുടെ ആ ആചാരങ്ങളെ അല്ലെങ്കിൽ ദൈവങ്ങളെ അപമാനിച്ചപ്പോൾ നൂപുർ ശർമ്മ എന്ത് ചെയ്തു, ആ ചർച്ച ഒരു ചാനൽ ചർച്ച ചെയ്യുന്നു, ഒരു ഡിബേറ്റ്. ആ ഡിബേറ്റിൽ ഖുറാൻ്റെ ഒരു സൂക്തം കോട്ട് ചെയ്യുക മാത്രമാണ് അവർ ചെയ്തത്. ഇത് തെറ്റാണെന്നോ ഇത് ശരിയാണെന്നോ ഒന്നും പറഞ്ഞില്ല. അവർ ഖുറാൻ്റെ ഒരു സൂക്തം കോട്ട് ചെയ്തു. ആ സൂക്തം കോട്ട് ചെയ്തപ്പോൾ എല്ലാം കൂടെ ആടപടലാൻ കൊണ്ടുള്ള എടാ നമ്മളെ പറയുന്നടാ ഓടി വാടാ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മീഡിയ ഫണ്ടിനകത്ത് നമ്മുടെ നിഷാദ് റാവുത്തർ റാവുത്തർ എന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ട്. അതായത് ഈ ജിഹാദി എന്ന് പറയുന്ന വിളിയുണ്ടല്ലോ, ആ വിളിക്കുന്നവർക്ക് രസകരമായിരിക്കാം, പക്ഷേ കേൾക്കുന്നവർക്ക് അവർ ഇത് വേദന ജനിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിൽ ആലോചിച്ചൊരു കാര്യമല്ല, ഈ ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം നന്മ എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധിയുള്ള ഭക്ഷണം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ജിഹാദ് എന്ന് പറയുന്നത്, ജിഹാദി എന്ന് പറയുന്ന വിളി അമ്മയാണ് വേദന ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ധ്രുവ് റാഠിക്കെതിരെയുള്ള ഈ കേസ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വാദം കേൾക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ AST ചേതൻ ശർമ്മ കോടതിയിൽ ശക്തമായിട്ടുള്ള വാദങ്ങളാണ് ഉന്നയിച്ചത്. യൂട്യൂബ് പോലുള്ള ഇടനില പ്ലാറ്റ്ഫോമുകൾ ഇത്തരം വിദ്വേഷകരമായിട്ടുള്ള ഉള്ളടക്കം മുൻകൂട്ടി ശ്രദ്ധിക്കുന്നതും ഉടൻ തന്നെ അത് നീക്കം ചെയ്യുകയും ചെയ്യണമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോരാത്തതിന് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള വിദ്വേഷം വരുന്നുണ്ടെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ ഒന്ന് പിടിമുറുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിലേക്ക് കടന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കേന്ദ്ര സർക്കാർ അങ്ങനെ വരവുന്നൊരു സാഹചര്യമില്ല. ഇൻസ്റ്റാഗ്രാമിലേക്ക് കടന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലുള്ള വിദ്വേഷ കണ്ടന്റുകളുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ തുണ്ട് സൈറ്റുകളെല്ലാം നമ്മുടെ കേന്ദ്ര സർക്കാർ നിരോധിച്ച് കഴിഞ്ഞ ശേഷം ഇപ്പോൾ അമിത്ഷാ പറയുന്നത്, അതായത് ഇതൊക്കെ നിരോധിക്കുമ്പോൾ ഇവിടെയുള്ള പാവപ്പെട്ട പിള്ളേർ എന്ത് ചെയ്യും, VPN ഉപയോഗിക്കും. VPN എന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യത്തെ ഈ സംഭവമായിട്ട് കണക്ട് ചെയ്ത് ആ നിരോധിച്ച സൈറ്റിൽ കയറാനായിട്ട്
ചെയ്യാനായിട്ട് പറ്റും. അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ഇന്ന് VPN ഞങ്ങൾ ഇന്ന് ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ അസ്വസ്ഥരാണ്, ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആൾക്കാരും രംഗത്തെത്തിയിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ധ്രുവ് റാഠിയുടെ ഈ വീഡിയോ ദോഷകരമാണെന്നും ഇത് സമൂഹത്തിൽ ശത്രുതയും ഭിന്നിപ്പും ഉണ്ടാക്കുകയും AST രോഷം പ്രകടിപ്പിച്ചു. ഒന്നുകിൽ ഗൂഗിൾ തന്നെ ഈ വീഡിയോ നീക്കം ചെയ്യാൻ തീരുമാനിക്കുകയോ കോടതി ഈ വിഷയത്തിൽ കർശനമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയോ വേണം. ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ വിശ്വാസത്തെ പരിഗണിക്കുന്ന ഉള്ളടക്കം എന്താണ് അത് അനുവദിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും 15 ദിവസത്തിനകം വിധി പറയാൻ ഡൽഹി ഹൈക്കോടതി സർക്കാർ കമ്മിറ്റിയോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ധ്രുവ് റാഠിയുടെ കേസിൽ ഈ 15 ദിവസത്തിന് ശേഷം ലവൻ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ശരി.